പ്രിയ കുട്ടികളെ, നമുക്കിന്ന് പാർട്ട്ണർഷിപ്പിലെ അഡ്മിഷനാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഉഷാസ് അക്കൗണ്ടിങ് സ്കൂളിലേക്ക് സ്വാഗതം. നമുക്ക് പാർട്ട്ണർഷിപ്പിലെ അഡ്മിഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. അതാണ് ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഈ അഡ്മിഷൻ പഠിക്കുമ്പോഴേ നിലവിലുള്ള ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിലേക്ക് ഒരു പുതിയ പാർട്ട്ണറെ ചേർക്കുമ്പോൾ ആ ഫേമില് ഒരുപാട് മാറ്റങ്ങൾ വരുത്തേണ്ട വരും. ഫസ്റ്റ് നമ്മൾ വരുത്തുന്ന മാറ്റം എന്തായിരിക്കും? ആദ്യമേ തന്നെ അവരുടെ ക്യാപിറ്റലിൽ ചേഞ്ചസ് ഉണ്ടാകും. അവരുടെ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗില് അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ മാറ്റം വരും. മാറ്റം വരും. അതുപോലെ തന്നെ പുതിയ ആള് ഗുഡ്വില് കൊണ്ടുവരും. ആ പുതിയ ആള് കൊണ്ടുവരുന്ന ഗുഡ്വില്ലിന്റെ കുറെ മെത്തേഡുകളുണ്ട്, അത് നമുക്ക് പഠിക്കണം. അപ്പൊ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്, അഡ്മിഷനിൽ ആദ്യം വരുന്നത് ചേഞ്ച് ഇൻ റേഷ്യോ ആണ്. അതായത് റേഷ്യോയിൽ ഉണ്ടാകുന്ന മാറ്റം, ചേഞ്ച് ഇൻ റേഷ്യോ. ഇത് നമ്മൾ മസ്റ്റ് ആയിട്ടും പഠിക്കണം. എന്താണോ, നമുക്ക് വലിയ ക്വസ്റ്റ്യൻ ആയിട്ട് അഡ്മിഷനിൽ വലിയൊരു ക്വസ്റ്റ്യൻ നമുക്ക് എപ്പോഴും ബോർഡ് എക്സാമിന് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഈ വലിയ ക്വസ്റ്റ്യൻ നമുക്ക് തരുമ്പോ അവർ നമുക്ക് ന്യൂ റേഷ്യോയും കൂടി നമ്മൾ കണ്ടുപിടിച്ചിട്ട് വേണ്ടി വരും നമുക്ക് ചെയ്യാനായിട്ട്. അതുകൊണ്ട് പിന്നെ നമുക്കത് ചെറിയ ക്വസ്റ്റ്യനില്ല, 2 മാർക്കിന്റെ 3 മാർക്കിന്റെ ഒക്കെ ക്വസ്റ്റ്യനിലും ന്യൂ റേഷ്യോ കാണാനും ഉണ്ടാകും. അപ്പൊ 3 മെത്തേഡിലാണ് ന്യൂ റേഷ്യോ കാണുന്നത്. ആ 3 മെത്തേഡും എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ഒരു എക്സാമ്പിളിൽ കൂടി നമുക്ക് ഈ 3 റേഷ്യോയും നമുക്ക് വ്യക്തമാക്കി തരാം. എ ആൻഡ് ബി ആർ പാർട്ട്നേഴ്സ്. ഒരു ഫേമിലെ പാർട്ട്നേഴ്സ് ആണ് എയും ബിയും. ഇവര് പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്ന റേഷ്യോ നമുക്ക് തന്നേക്കാണ് 3:2 എന്ന് നമുക്ക് തന്നേക്കാണ്. അവര് പ്രോഫിറ്റ് വീതിക്കുന്ന റേഷ്യോ 3:2 ആണ്. ഇവരുടെ ഫേമിലേക്ക് ഇവര് പി എന്ന് പറഞ്ഞ ഒരു പാർട്ട്ണറെ ചേർക്കാണ്. പാർട്ട്ണറിനോട് പറയുന്നത് 1/8 ഷെയർ നിനക്ക് തരാന്നാണ്. അതായത് പുതിയ ഫേമിലേക്ക് അവര് ഒരു പി എന്നൊരു പാർട്ട്ണറെ ചേർത്തു. അയാളോട് പറഞ്ഞിരിക്കുന്നത്, ഫേമില് ലാഭം കിട്ടിക്കഴിയുമ്പോ 8 രൂപ ലാഭം കിട്ടിക്കഴിഞ്ഞാൽ 1 രൂപ നിനക്ക് തരാം. അതാണ് പിക്ക് കൊടുത്തിരിക്കുന്ന കണ്ടീഷൻസ്. അങ്ങനെയുള്ള കണ്ടീഷൻ വെച്ചുകൊണ്ടാണ് പിയെ അവര് ഫേമിലേക്ക് പുതിയതായിട്ട് ചേർത്തിരിക്കുന്നത്. അങ്ങനെ പിയെ ചേർക്കുമ്പോൾ പിയോട് അവർ ക്യാപിറ്റൽ ആവശ്യപ്പെടും, ഗുഡ്വിലും ആവശ്യപ്പെടും. അത് നമുക്ക് സെപ്പറേറ്റ് ഗുഡ്വില് പഠിക്കാനുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് ആ മെത്തേഡ് പറഞ്ഞു തരാം. റേഷ്യോ ആദ്യം മനസ്സിലാക്കാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഇനി എയും ബിയും പിയും കൂടി ചേർന്നതാണ് പുതിയ ഫേം. പുതിയ ഫേം എന്ന് പറയുന്നത്. ആ പുതിയ ഫേമിലെ റേഷ്യോ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് തന്നിരിക്കുന്നത് A:B നമുക്ക് തന്നിട്ടുണ്ട് 3:2 ആണ്. ഈ ഫേമിലേക്ക് അവര് പിയെ ചേർത്തപ്പോ പിക്ക് കൊടുത്തിരിക്കുന്ന ഷെയർ 1/8 ആണ്. ഫേമിന്റെ പ്രോഫിറ്റ് എപ്പോഴും നമ്മൾ 1 ആയിട്ടാണ് അസ്യൂം ചെയ്യുന്നത്. ഫേമിന്റെ പ്രോഫിറ്റ് എപ്പോഴും 1 ആയിട്ടാണ് അസ്യൂം ചെയ്യുന്നത്. 1 എന്ന് പറഞ്ഞാൽ 8/8. ഈ പുതിയ ആളുടെ ഡിനോമിനേറ്റർ ഏതാണോ അത് തന്നെ നമ്മൾ ന്യൂമറേറ്റർ ആക്കി എഴുതണം. അപ്പൊ 8/8 എന്ന് പറഞ്ഞ 1 ആണല്ലോ, അതാണ് നമ്മൾ പ്രോഫിറ്റ് 8/8 എന്ന് എഴുതിയേക്കുന്നത്. ഇനി പുതിയ ആൾക്ക് കൊടുത്തിട്ട് ബാക്കി എന്തോരം പ്രോഫിറ്റ് ഉണ്ടെന്ന് ഇനി കണ്ടുപിടിക്കണം. ബാലൻസ് പ്രോഫിറ്റ് എന്നത് 8/8 എന്ന മൊത്തം പ്രോഫിറ്റിൽ നിന്നും പുതിയ ആളുടെ പ്രോഫിറ്റ് നമ്മൾ മൈനസ് ചെയ്യും. അപ്പൊ നമുക്ക് ഫേമിന്റെ ബാക്കിയുള്ള പ്രോഫിറ്റ് 7/8 എന്ന് കിട്ടും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ന്യൂ റേഷ്യോ ഓഫ് എയുടെ ന്യൂ റേഷ്യോ നമ്മൾ കണ്ടുപിടിക്കണം. എയുടെ ന്യൂ റേഷ്യോ കാണാനായിട്ട് എയുടെ പഴയ ഷെയർ ഇൻറ്റു എയുടെ പഴയ ഷെയർ ഏതാ? 3/5. പല കുട്ടികളും കഴിഞ്ഞ ദിവസം കമന്റിൽ, കഴിഞ്ഞ വർഷം ഞാൻ പഠിപ്പിച്ചപ്പോൾ അതിൽ കമന്റിൽ കൊടുത്തിട്ട്, മിസ്സേ ഈ 5 എവിടെ നിന്ന് കിട്ടിയെന്ന്. 5 എന്ന് പറഞ്ഞാൽ ഇതിന്റെ സമ്മാണ് 5 കേട്ടോ. അപ്പൊ 3:2 എന്ന് പറഞ്ഞാൽ 3/5 ആദ്യത്തെ ആളുടെ, 2/5 രണ്ടാമത്തെ ആളുടെ. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എയുടെ പഴയ ഷെയറിനെ എയുടെ
ബാലൻസ് പ്രോഫിറ്റ് കൊണ്ട് ഫേമിന്റെ ബാക്കി പ്രോഫിറ്റ് പുതിയ ആൾക്ക് 1/8 കൊടുത്തിട്ട് ബാക്കി 7/8 അല്ലേ ഉള്ളത്, അത് വെച്ച് നമ്മൾ മൾട്ടിപ്പിൾ ചെയ്യണം. അപ്പോ മൾട്ടിപ്ലിക്കേഷനിലും പല കുട്ടികൾക്കും കൺഫ്യൂഷൻ ഉണ്ട്. അതായത് മൾട്ടിപ്ലിക്കേഷന്റെ കേസിലൊന്നും ക്രോസ് ചെയ്യല്ലേ കേട്ടോ. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് കുട്ടികളെ ഞാൻ പറയുന്നേ. മൾട്ടിപ്ലിക്കേഷന്റെ കേസിൽ നേരെ ഇൻറ്റു ചെയ്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് വെട്ടിക്കുറയ്ക്കാം. വെട്ടിക്കുറച്ച് കണകൂടാന്ന് ചെയ്യുന്നേക്കാളും ഭേദം നമ്മൾ നേരെ ഇൻറ്റു ചെയ്ത് അങ്ങോട്ട് എഴുതാം. അപ്പൊ നമുക്ക് 21/40 കിട്ടി. ഇനി അതുപോലെ ബിയുടെ ന്യൂ റേഷ്യോ കണ്ടുപിടിക്കണം. ബിയുടെ ന്യൂ റേഷ്യോ കാണാൻ ബിയുടെ പഴയ ഷെയർ 2/5 ആണ്, ഇൻറ്റു 7/8 ആണ് ബാക്കി പ്രോഫിറ്റ്. അപ്പൊ നമുക്ക് 14/40 എന്ന് കിട്ടും ബിയുടെ ഷെയർ. ഇനി നമുക്ക് പി, പുതിയ ആളും കൂടി വരുമ്പോഴേ ന്യൂ റേഷ്യോ ആവുള്ളൂ കേട്ടോ. എപ്പോഴും കുട്ടികൾ ചെയ്യുന്നതാണ്, ഇവിടെ വരെ ചെയ്ത് അങ്ങോട്ട് നിർത്തും. ന്യൂ റേഷ്യോ വരണമെങ്കിൽ പുതിയ ആള് വരണ്ടേ. പുതിയ ആൾക്കുടെ ഷെയർ 1/8 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ നമ്മള് അയാളുടെ ഷെയർ നമുക്ക് തന്നിട്ടുണ്ട് 1/8 ആണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവരുടെ രണ്ടുപേരുടെയും ഡിനോമിനേറ്റർ 40 അല്ലേ, ഇവരുടെ രണ്ടുപേരുടെയും ഛേദം നമുക്ക് തന്നേക്കണം 40 ആണ്. ഈ റേഷ്യോ എന്ന് പറയുമ്പോഴേ ഡിനോമിനേറ്റർ സെയിം ആകുമ്പോ ന്യൂമറേറ്റർ തമ്മിലുള്ള റിലേഷൻ ആണ്. അതായത് ഛേദം ഒരുപോലെ വരുമ്പോ താഴെ തരുന്നതാണല്ലോ ഛേദം ഒരുപോലെ തരുമ്പോ അംശങ്ങൾ തമ്മിലുള്ള ബന്ധമാണ് അംശബന്ധം അഥവാ റേഷ്യോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ നമുക്ക് ഒരാൾക്കടെ 21/40, ഒരാൾക്കടെ 14/40. ഇയാൾക്കടെ കാണണമെങ്കിൽ നമ്മൾ ഇവിടെ 40യിലേക്ക് ആക്കണം. ഇയാളുടെ ഡിനോമിനേറ്ററിനെ 40യിലേക്ക് ആക്കാൻ നമ്മൾ 5 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം. അപ്പൊ 40 കിട്ടും. അപ്പൊ രണ്ടുപേരെയും നമ്മൾ താഴെ മുകളിലും 5 കൊണ്ട് 40 ചെയ്യാൻ 5 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. 5/40 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ന്യൂ റേഷ്യോ A:B:P 3 പേരുടെയും കൂടിയുള്ള ന്യൂ റേഷ്യോ നമുക്ക് 21:14:5 എന്ന് കിട്ടും. ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് അത് എഴുതണ്ട, നമുക്ക് 21:14:5 എന്ന് കിട്ടും. ഇനി ഇതെല്ലാം ഡിവിസിബിൾ ആണ്, എല്ലാത്തിനെയും നമുക്ക് ചെറുതാക്കാൻ പറ്റുമെങ്കിൽ ചെറുതാക്കാം, ഇല്ലെങ്കിൽ അതുപോലെ തന്നെ എഴുതിയാൽ മതി. അപ്പൊ ഇതാണ് ഒരു മെത്തേഡ്. പുതിയ ആളുടെ ഷെയർ നമുക്ക് പഴയ ഷെയറും തരും, പുതിയ ആൾക്കുടെ ഷെയർ തരും. നമ്മൾ പ്രോഫിറ്റ് 1 ആയിട്ട് അസ്യൂം ചെയ്യും. അതിൽ നിന്ന് പുതിയ ആളുടെ ഷെയർ മൈനസ് ചെയ്ത് ബാലൻസ് കണ്ടുപിടിക്കും. ബാലൻസ് പ്രോഫിറ്റ് വെച്ച് അവരുടെ പഴയ ഷെയറിനെ മൾട്ടിപ്പിൾ ചെയ്യും. പുതിയ ആളെ നമ്മൾ അതിലേക്ക് അവരുടെ ഡിനോമിനേറ്ററിലേക്ക് ആക്കും. ഇനി ഡിനോമിനേറ്ററിലേക്ക് ആക്കാൻ മൾട്ടിപ്പിൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ മക്കൾക്ക് വേറൊരു എളുപ്പ വഴി പറഞ്ഞുതരാം. എയുടെ 21ഉം ബിയുടെ 14ഉം അല്ലേ, ഇത് രണ്ടും കൂടി അങ്ങോട്ട് ആഡ് ചെയ്യാം. അപ്പൊ 35 കിട്ടും. ഡിനോമിനേറ്റർ 40 എന്നല്ലേ പറഞ്ഞേക്കണേ, ഛേദം 40 അല്ലേ, അതിന്ന് ഇത് അങ്ങോട്ട് മൈനസ് ചെയ്താൽ മതി. അപ്പൊ കണ്ടോ 5/40 എന്ന് കിട്ടും. അപ്പൊ 5 എന്നുള്ളത് അയാൾക്കുടെ റേഷ്യോ കിട്ടും. ഇത് ഫസ്റ്റ് മെത്തേഡ് കേട്ടോ. സെക്കൻഡ് മെത്തേഡാ. ക്വസ്റ്റ്യൻ ഇത് തന്നെ, എയും ബിയും പാർട്ട്നേഴ്സ് 3:2 ആണ്. പിക്ക് കൊടുത്തേക്കണത് 1/8 ഷെയർ ആണ്. പിക്ക് 1/8 ഷെയർ കൊടുത്തിട്ട് നമ്മളോട് ക്വസ്റ്റ്യനിൽ പറയാണ് വിച്ച് ഹി അക്വയേർഡ് ആണ് സെക്കൻഡ് മെത്തേഡ്. ACQUIRED അക്വയേർഡ് ഈക്വലി ഫ്രം ബോത്ത് എന്ന് പറഞ്ഞേക്കാണ്. എന്ന് പറഞ്ഞാൽ പുതിയ ആക്ക് കൊടുത്ത 1/8, ആ 1/8 എന്ന പി അയാളുടെ ഷെയർ എയിൽ നിന്നും ബിയിൽ നിന്നും ഈക്വൽ ആയിട്ട് എടുത്തേക്കാണെന്ന്. അപ്പൊ പിക്ക് കൊടുക്കാൻ വേണ്ടി പകുതി, പിയുടെ ഷെയറിന്റെ പകുതി എയും കൊടുത്തു, പിയുടെ ഷെയറിന്റെ പകുതി ബിയും കൊടുത്തു. രണ്ടുപേരിൽ നിന്നും പകുതി എടുത്തിട്ടാണ് പിക്ക് കൊടുത്തിരിക്കുന്നത്. പിയുടെ ഷെയറിന്റെ പകുതിയാണ് കേട്ടോ. അപ്പൊ 1/8 ആണ് പിയുടെ ഷെയർ. ഇതിന്റെ ഹാഫ് കാണണമെങ്കിൽ എപ്പോഴും ഇൻറ്റു 1/2 ഇൻറ്റു ചെയ്താൽ മതി. അപ്പൊ 1/16 കിട്ടും. അപ്പൊ ഇതാണ് ഹാഫ്. ഏതിന്റെ ഹാഫാ? പിയുടെ ഷെയറിന്റെ ഹാഫ് 1/16 എന്ന് കിട്ടും. അപ്പൊ നമ്മൾ ഇനി എയുടെ ന്യൂ റേഷ്യോ കാണാൻ എയുടെ പഴയ ഷെയർ 3/5 ആണ്. അതിൽ നിന്ന് ഏത് മൈനസ് ചെയ്യണം? 1/16 മൈനസ് ചെയ്യണം. 1/16 മൈനസ് ചെയ്യണം. ഇവിടെയാണ് നമുക്ക് ഡിനോമിനേറ്റർ സെയിം ആണോ നോക്കേണ്ടത്. ഡിനോമിനേറ്റർ ഇവിടെ നമുക്ക് സെയിം അല്ല. ഇവിടെ ഛേദം നമുക്ക് ഡിനോമിനേറ്റർ സെയിം അല്ലെങ്കിൽ മക്കൾക്ക് എന്ത് ചെയ്യാം? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്താം. അല്ലെങ്കിൽ ചില കേസിൽ ഇവിടുത്തെ നമ്പർ കൊണ്ട് ഇതിനെ ഗുണിക്കാൻ പറ്റണതായിരിക്കും. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്താനേ ഇവിടെ പറ്റുള്ളൂ.
അപ്പൊ നമുക്ക് എപ്പോഴും ഇങ്ങനെ വേണം ആദ്യം ചെയ്യാൻ കേട്ടോ. 48 - 5 ബൈ ഇത് രണ്ടും 16 × 5 ആണ് എപ്പോഴും താഴെ കൊടുക്കണ്ടേ കേട്ടോ. അപ്പോ 80 കിട്ടും. അപ്പൊ നമുക്ക് 43/80 എന്നാണ് കിട്ടുന്നത് ആദ്യത്തെ ആളുടെ ഷെയർ. ബിയുടെ നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ 2/5 നിന്നും 1/16 ഹാഫാണ് എടുത്തിരിക്കുന്നത്. അയാളുടെ 1/8 ഹാഫാണ് ബിയിൽ നിന്നും എടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ക്രോസ് ചെയ്യുമ്പോൾ ഇങ്ങനെ എപ്പോഴും ആദ്യം ചെയ്യണം. 32 - 5 വരും ബൈ 80 വരും. അപ്പൊ നമുക്ക് 27/80 എന്ന് കിട്ടും. ഇനി സിയുടെ കണ്ടുപിടിക്കണമെങ്കിൽ ഈ കേസിലൊക്കെ സിയുടെ കാണാനായിട്ട് എളുപ്പം എന്താണെന്നറിയോ? നമുക്ക് എയുടെ ന്യൂമറേറ്ററും ബിയുടെ ന്യൂമറേറ്ററും കൂടി അങ്ങോട്ട് ആഡ് ചെയ്യാം. അത് എളുപ്പം. അപ്പൊ മക്കൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പൊ 70 കിട്ടും. ഡിനോമിനേറ്റർ 80 അല്ലേ? ആ 80യിൽ നിന്നും നമ്മൾ ആ 70 അങ്ങോട്ട് മൈനസ് ചെയ്താൽ മതി. അപ്പൊ 10 കിട്ടും. അപ്പൊ സിയുടെ നമുക്ക് 10/80 എന്ന് കിട്ടും. സിയുടെ നമുക്ക് തന്നിട്ടുണ്ട്. സിയുടെ നമുക്ക് 1/8 എന്ന് തന്നിട്ടുണ്ട്. 80ലേക്ക് ആക്കാൻ നമ്മൾ 10 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. അല്ലെങ്കിൽ അപ്പോഴും നമുക്ക് 10/80 എന്ന് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ആഡ് ചെയ്തിട്ടേ മൈനസ് ചെയ്താലും മതി. അപ്പൊ നമുക്ക് ന്യൂറേഷ്യോ എന്ത് കിട്ടും? 43:27:10 എന്ന് കിട്ടും. ഇത് ഈ അക്വയർ ചെയ്യുന്ന മെത്തേഡില് ചിലപ്പോ രണ്ടുപേരും ഈക്വൽ ആയിട്ട് അക്വയർ ചെയ്തു എന്നാ പറഞ്ഞേ. ചിലപ്പോ മക്കളുടെ ക്വസ്റ്റ്യൻ പറയും ഒരാളിൽ നിന്ന് മാത്രം അക്വയർ ചെയ്തു എന്ന് പറയും. അപ്പൊ നമ്മൾ അയാളിൽ നിന്നും മാത്രം മൈനസ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളോട് പറയും ഒരാളിൽ നിന്ന്, അപ്പൊ എയിൽ നിന്നും 1/8 എടുത്തു, ബിയിൽ നിന്നും 1/4 എടുത്തു എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അവരിൽ നിന്ന് എടുക്കുന്ന പോർഷൻ അങ്ങോട്ട് മൈനസ് ചെയ്യണം ഡയറക്റ്റ്. അപ്പൊ അക്വയർ ചെയ്യുന്ന മെത്തേഡിൽ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? അക്വയർ ചെയ്യുന്ന പോർഷൻ മൈനസ് ചെയ്യണം. മൂന്നാമത്തെ മെത്തേഡ് സറണ്ടർ ആണ്. സറണ്ടർ ചെയ്തു എന്ന് പറയും. സറണ്ടർ ചെയ്തു എന്ന് പറഞ്ഞാൽ മക്കൾ ഓർത്ത് വെക്കാം, സറണ്ടർ ചെയ്യുന്ന കേസിൽ സറണ്ടർ ചെയ്യുന്ന പോർഷൻ വെച്ച് ആ പഴയ ഷെയറിനെ നമ്മൾ ഇൻഡു ചെയ്യണം. ഇൻഡു ചെയ്തതിന് ശേഷം ആ ഇൻഡു ചെയ്ത് കിട്ടിയ ആൻസർ പഴയ ഷെയറിൽ നിന്ന് മൈനസും ചെയ്യണം. അപ്പോഴേ നമുക്ക് ന്യൂ റേഷ്യോ കിട്ടുള്ളൂ. അതാണ് സറണ്ടർ ചെയ്യുന്ന മെത്തേഡ് കേട്ടോ. സറണ്ടർ ചെയ്യുന്ന കേസിൽ എന്താ ചെയ്യണ്ടേ? ഇപ്പൊ ഇത് തന്നെ ക്വസ്റ്റ്യൻ, നമുക്ക് ക്വസ്റ്റ്യൻ ഇത് തന്നെ എടുക്കാം. അതായത് എയും ബിയും പാർട്ട്നേഴ്സ് 3:2 ആണ് നമുക്ക് തന്നിരിക്കുന്നത്. പി അവര് ചേർത്തേക്കാണ്. ഈ കേസിൽ നമുക്ക് പുതിയ ആളുടെ ഷെയർ നമുക്ക് തരില്ല. പിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് എ സറണ്ടർ ചെയ്തിരിക്കുന്നത് നമ്മുടെ ക്വസ്റ്റ്യൻ പറയും സറണ്ടേഡ് ബൈ എ 2/16 എന്ന് പറഞ്ഞേക്കാണ്. അതുപോലെ തന്നെ ബി സറണ്ടർ ചെയ്തേക്കണത് 3/16 എന്നും പറഞ്ഞേക്കാണെന്ന് വെച്ചോ. അപ്പൊ സറണ്ടർ എന്നാണ് പറഞ്ഞേക്കണേ. പിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് രണ്ടുപേരും സറണ്ടർ ചെയ്തേക്കാണ്. ഈ മെത്തേഡിൽ മക്കൾ ചെയ്യേണ്ടത് ആദ്യം തന്നെ പഴയ ഷെയറിനെ സറണ്ടർ ചെയ്തത് വെച്ച് ഇൻഡു ചെയ്യണം. സറണ്ടർ ചെയ്തത് വെച്ച് ഇൻഡു ചെയ്യണം. അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇനി നമ്മൾ വീണ്ടും അപ്പൊ തന്നെ കൈ മാറ്റാതെ അയാളുടെ പഴയ ഷെയറിൽ നിന്ന് ആ സറണ്ടർ ചെയ്ത പോർഷൻ മൈനസും ചെയ്യണം. ഇത്രയും ചെയ്യുമ്പോൾ നമുക്ക് എയുടെ ന്യൂ റേഷ്യോ കിട്ടും. അപ്പൊ സറണ്ടർ ചെയ്യുന്ന മെത്തേഡിൽ എന്താ ചെയ്യണ്ടേ? ആദ്യം അവരുടെ പഴയ ഷെയറിനെ സറണ്ടർ ചെയ്തെന്ന ആ ക്വസ്റ്റിന് പറഞ്ഞേക്കണ സറണ്ടർ ചെയ്ത ഫ്രാക്ഷൻ വെച്ച് മൾട്ടിപ്പിൾ ചെയ്യണം. മൾട്ടിപ്പിൾ ചെയ്ത് കിട്ടുന്ന ആൻസർ അയാളുടെ ഓൾഡ് ഷെയറിൽ നിന്ന് മൈനസ് ചെയ്യണം. അപ്പൊ അയാളുടെ പുതിയ ഷെയർ കിട്ടും. അതുപോലെ തന്നെ അടുത്ത ആളുടെ 2/5 ഇൻറ്റു എന്ത് വരും? 3/16 വരും. അപ്പൊ നമുക്ക് അവിടെ ഒരു ആൻസർ കിട്ടും. അത് 2/5 എന്ന അയാളുടെ പഴയ ഷെയറിൽ നിന്ന് ഇൻറ്റു ചെയ്തത് മൈനസ് ചെയ്യണം. എന്നിട്ട് പുതിയ ആളുടെ എങ്ങനെ കാണുന്നേ? പുതിയ ആൾക്കാർ നമുക്ക് തന്നിട്ടില്ലല്ലോ. പഴയവരുടെ രണ്ടുപേരുടെ ആ ന്യൂമറേറ്റർ അംശം തമ്മിൽ കൂട്ടിയിട്ട് ഡിനോമിനേറ്ററിൽ നിന്ന് മൈനസ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് പുതിയ ആളുടെ ഷെയർ കിട്ടും. അപ്പൊ ഓക്കെ. അപ്പൊ ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഗുഡ് വില്ലൊക്കെ ചെയ്യാം. അപ്പൊ എല്ലാ ദിവസവും ഇത് ഒരു ഓർഡറിൽ നമുക്ക് ഇനി എടുത്തു പോകാൻ ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളുടെ അങ്ങനെ പറഞ്ഞിരുന്നെങ്കിലും എനിക്ക് വീട്ടിലെ കുട്ടികളുടെ പരീക്ഷയുടെ തിരക്ക് കാരണം അത് ക്ലാസ് ഒരു റെഗുലർ ആയിട്ട് എടുത്തിടാൻ സാധിച്ചില്ല. നമുക്കൊരു റെഗുലറിൽ ഒരു ക്ലാസ് എടുത്ത് പോകുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും എല്ലാ ദിവസവും ചാനല് കണ്ടുകൊണ്ടിരിക്കണം എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഓക്കെ.